ഞാൻ വലിയ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഒന്ന് റെഡിയാക്കാം. ഞാൻ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വാടി വരാനും നല്ലതാണത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആ സവോളയുടെ ആ വെള്ള കളറൊക്കെ ഒന്ന് പോയി ഒന്ന് മഞ്ഞ കളറിലോട്ട് വരാനും കൂടി വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലോട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് വാടി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ഒരു വലിയ സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ നമ്മൾ വേവിച്ച് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെച്ചത് കാരണം ഇളക്കി കൊടുത്താലും പൊടിഞ്ഞു പോകുന്നത് പേടിക്കണ്ട. തണുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകത്തുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്